पुरुषाय विद्महे सुवर्णपक्षाय धीमहि तन्नो गरुडः प्रचोदयात्. തിരുമൂലദേവൻ്റെ തിരുമന്ത്രം 8ാം തന്ത്രത്തിലെ അടിമുടി അറിവിനെ കുറിച്ചിട്ടാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിലെ അടുത്ത പാഠലിലേക്ക് നമുക്ക് പ്രവേശിക്കാം. മുടിയെന്ന് ചൊല്ലിയിടുന്നു ഉച്ചിയിലുള്ളതത്രേ, അടിയെന്ന് ചൊല്ലിയിടുന്നു മാർഗത്തിനെയും ഓർക്കൂ. മുടിയടി ആത്മാവാകും അറിവിനെ അറിഞ്ഞുള്ളോർ, മുടിയടി താനാണെന്ന ബോധത്തിൽ ചേർന്നിരിക്കും. മുടി മുതൽ അടി വരെ താനാണെന്ന ബോധത്തിൽ ചേർന്നിരിക്കും. അപ്പോൾ മുടി മുതൽ അടി വരെ താനാണ്, ബ്രഹ്മമാണ്, ആത്മാവാണ്, ബോധമാണ്, അറിവാണ് എന്ന് മനസ്സിലാക്കുക. അതിൽ ചേർന്നിരിക്കുക. താനും ബോധവും അറിവും മുടി മുതൽ അടി വരെ നിറഞ്ഞു നിൽക്കുന്നു. ഇനി നോക്കൂ, മുടിയെന്ന് ചൊല്ലിയിടുന്നു ഉച്ചിയിലുള്ളതത്രേ. മുടി എന്ന് പറയുന്നത് ഉച്ചിയിലുള്ളതാണ്. അതായത് സഹസ്രാരം എന്ന് പറയുന്നത് ഉച്ചിയിൽ ഉള്ളതത്രേ. അവിടെയാണ് ശിവൻ കുടികൊള്ളുന്നത്, ബ്രഹ്മം കുടികൊള്ളുന്നത്. സാക്ഷാൽ ബോധേശ്വരൻ സ്ഥിതി ചെയ്യുന്നത് ഉച്ചിയിലാണ്. അതുകൊണ്ടാണ് ഉച്ചിയെ കാശി എന്ന് പറയുന്നത്. നിത്യാനന്ദ ഭഗവാൻ ഒരിടത്ത് പറയുന്നുണ്ട്, നമ്മുടെ ശിരസ്സാണ് കാശി എന്ന്. ഇവിടെ മുടി എന്നുള്ളത് ശിവൻ്റെ ആലയമാണ്. ആ ശിരസിലാണ് ശിവൻ, സഹസ്രാരത്തിലാണ് ശിവൻ കുടികൊള്ളുന്നത്. അടിയെന്ന് ചൊല്ലിയിടുന്നു മാർഗത്തിനെയും ഓർക്കൂ. അടിയെന്ന് പറയുന്നത്, അതായത് പാദം തൊട്ട് മുകളിലേക്കുള്ള ഭാഗങ്ങൾ മാർഗമാണ്. അപ്പോൾ ലക്ഷ്യം ശിവനാണ്, മാർഗം അടിയാണ്. അപ്പോൾ മാർഗവും ലക്ഷ്യവും ഇവിടെ തിരുമൂലദേവൻ നമുക്ക് കാണിച്ചു തരുന്നു. ലക്ഷ്യസ്ഥാനത്തിൽ എത്തിച്ചേരുക എന്നുള്ളതാണ് ഒരു ജീവാത്മാവിൻ്റെ പരമമായ ധർമ്മം. ജീവൻ യാത്ര ചെയ്ത് അടി മുതൽ യാത്ര ചെയ്ത് മൂലാധാരത്തിൽ ഉറങ്ങിക്കിടക്കുന്ന കുണ്ടലിനി ശക്തി ഉണർന്ന് മുകളിലേക്ക് പോയി ഷഡാധാരങ്ങളും കടന്ന് മുടിയെന്ന സഹസ്രാരത്തിൽ എത്തിച്ചേരുന്നു. മുടിയടി ആത്മാവാകും അറിവിനെ അറിഞ്ഞുള്ളോർ. മുടി മുതൽ അടി വരെ ആത്മാവാണ് എന്ന് അറിയുന്നവർ, ആ അറിവ് ആത്മാവാകുന്ന അറിവാണ് എന്ന് അറിയുന്നവർ മുടിയടി താനാണെന്ന ബോധത്തിൽ ചേർന്നിരിക്കും. മുടി മുതൽ അടി വരെ, അതായത് ശരീരമാകെ താനാണ്, ശിവനാണ് എന്ന ബോധത്തിൽ ചേർന്നിരിക്കും. കഴിഞ്ഞ ദിവസം പറയുകയുണ്ടായി, ശരീരത്തിന് വളരെയേറെ പ്രാധാന്യം കൊടുക്കുന്നുണ്ട് ഇവിടെ തിരുമൂലദേവൻ. ശാക്തേയ സമ്പ്രദായത്തിൽ ശ്രീചക്ര ഉപാസകർ സാധാരണ പറയാറുണ്ട്, അനേകം ദേവതകൾ നമ്മുടെ ശരീരത്തിൻ്റെ ഓരോ ഭാഗത്ത് സ്ഥിതി ചെയ്യുന്നു. അങ്ങനെ വിഷ്ണുഗ്രന്ഥിയും ബ്രഹ്മഗ്രന്ഥിയും രുദ്രഗ്രന്ഥിയും ഭേദിച്ച് ഈ ശക്തി മുകളിലേക്ക് ശിവനുമായി ചേരുന്നു. ഇതാണ് ശാക്തേയ സിദ്ധാന്തത്തിൻ്റെ അടിസ്ഥാന തത്വം. അപ്പോൾ 3 ഗ്രന്ഥികളെയും ഭേദിച്ചിട്ട് കൊണ്ടാണ് ഇവിടെ ശക്തി മുകളിലേക്ക് എത്തിച്ചേരുകയും അവിടെ സഹസ്രാരത്തിൽ ഉച്ചിയിൽ ശിവനുമായി ശിവശക്തി മേളനം നടക്കുകയും ചെയ്യുന്നത്. അതുകൊണ്ടാണ് ലളിതാ സഹസ്രനാമത്തിൻ്റെ ഏറ്റവും അവസാനത്തെ സ്തുതി എന്ന് പറയുന്നത് ഓം ശിവശക്തി
ശിവശക്ത്യൈക്യരൂപിണ്യൈ നമഃ എന്നാണ്. ശിവശക്തി ഐക്യം ഉച്ചിയിൽ സംഭവിക്കുന്നു. അപ്പോൾ ശക്തി എന്നുള്ളത്, ശക്തിയുടെ പ്രയാണം എന്നുള്ളത് മാർഗമാണ്. സുഷുമ്നയിലൂടെ മുകളിലേക്ക് ഈ കുണ്ടലിനി ശക്തി പ്രവഹിക്കുന്നു. അങ്ങനെ മാർഗം ശരീരത്തിൻ്റെ താഴെയുള്ള ഭാഗം, അതിനെ കീഴാധാരങ്ങൾ എന്നാണ് യോഗശാസ്ത്രത്തിൽ പറയുന്നത്. അതായത് കീഴാധാരങ്ങളുണ്ട്, മേലാധാരങ്ങളുണ്ട്. കീഴാധാരം എന്ന് പറയുന്നത് മൂലാധാരം മുതലുള്ള ഭാഗം. മേലാധാരം എന്ന് പറയുന്നത് കണ്ഠം മുതൽ, അതിനെ മൂലാധാരം എന്ന് പറയാം, മേൽമൂലാധാരം എന്ന് പറയാം. അത് മുതൽ സഹസ്രാരം വരെ, അങ്ങനെ അനേകം ചക്രങ്ങളിലൂടെ കടന്നുപോയി ശക്തി ശിവനുമായി സംയോജിക്കുന്നു. മുടിയടി ആത്മാവാകം, മുടി മുതൽ അടി വരെ സാക്ഷാൽ ആത്മാവാകുന്ന അറിവാണ് എന്നാണ് തിരുമൂലദേവൻ പറയുന്നത്. അപ്പോൾ ഇവിടെ മുടിയാണ് പ്രധാനം. മുടിയാണ് മുകൾ ഭാഗം, അടിയാണ് പാദം താഴെ. രസകരമായ ഒരു സംഭവം ഇവിടെ എനിക്ക് ഓർക്കാൻ കഴിയുന്നുണ്ട്. അതായത് ഒരു വിഷു ദിനത്തിൽ തിരുനെല്ലി ക്ഷേത്രത്തിൽ പോയപ്പോൾ ആദിവാസികൾ അവരുടെ പരമ്പരാഗതമായ നൃത്തവിശേഷം അവിടെ അവതരിപ്പിക്കുകയുണ്ടായി. വിഷുദിനത്തിൽ എല്ലാ വിഷുവിനും ഈ ആദിവാസികൾ തിരുനെല്ലി ക്ഷേത്രത്തിൽ വന്നിട്ട് അവരുടെ പരമ്പരാഗതമായ നൃത്തം അവർ നടത്താറുണ്ട്. അങ്ങനെ നടത്തുമ്പോൾ അത് കണ്ട അവസരത്തിൽ ഒരു മഹാസത്യം മനസ്സിലായി. അത് മുടി തൊട്ട് അടിവരെ താനാണെന്ന ബോധത്തിൽ ചേർന്നിരിക്കും എന്നുള്ള ആ തത്വം അവിടെ നമുക്ക് കാണാൻ കഴിയും. അതായത് ഈ നൃത്തത്തിൽ ആദിവാസികൾ തങ്ങളുടെ 2 കൈകളും ആകാശത്തേക്ക് ഉയർത്തുന്നു, എന്നിട്ട് ചുവട് വയ്ക്കുന്നു. ആ ചുവട് വയ്പ്പ് അനുസരിച്ചിട്ട് ഈ ആകാശത്തിലേക്ക് ഉയർന്ന 2 കൈകളും അത് താഴേക്ക് അടിയിലേക്ക് എത്തിച്ചേരുന്നു. ഇത് ആവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നു. അവർ നൃത്തം മുഴുവനും ഈ ഒരു താളക്രമത്തിൽ, ഈ ഒരു ശരീരചലനത്തിലാണ് കൂടുതൽ ശ്രദ്ധിച്ച് വീണ്ടും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ വരികൾ വായിക്കുമ്പോൾ പണ്ട് കാലത്ത് തിരുനെല്ലി ക്ഷേത്രത്തിൽ ആദിവാസികൾ നടത്തിയ ഈ ഫോക്ലോർ നൃത്തമാണ് ഓർമ്മ വരുന്നത്. അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ, ആകാശത്ത് നിന്ന് ആത്മീയ ശക്തിയെ തൻ്റെ ദേഹത്തിലേക്ക് പ്രവഹിപ്പിക്കാൻ ശ്രമിക്കുകയാണ് ഈ നൃത്തത്തിലൂടെ ആദിവാസികൾ ചെയ്യുന്നത്. അതായത് 2 കൈകളും ആകാശത്തിലേക്ക് ഉയർത്തുക എന്ന് വെച്ചിട്ട് ചിതാകാശത്തെ തൻ്റെ ശരീരത്തിലേക്ക് ആവാഹിക്കുന്നു. എന്നിട്ട് അത് പാദം വരെ താഴേക്ക് കൊണ്ടുവന്നിട്ട് അത് പിന്നീട് ഭൂമിയിലേക്ക് വിതരണം ചെയ്യുന്നു. അങ്ങനെയുള്ള ഈ നൃത്തവിശേഷത്തിന് ആത്മീയമായ വലിയ തലങ്ങളാണുള്ളത്. ഇവിടെ തിരുമൂലദേവൻ പറയുന്ന ഈ മന്ത്രത്തിൻ്റെ അതിൻ്റെ ശരിക്കും പറഞ്ഞാലുള്ള ആത്മീയ തലം വ്യക്തമാക്കണമെങ്കിൽ ഈ ആദിവാസി നൃത്തം നാം കാണണം. അപ്പോഴാണ് ആകാശത്ത് നിന്ന് ആത്മീയ ചിതാകാശത്തെ സ്വന്തം ശരീരത്തിലേക്ക് പ്രവഹിപ്പിക്കുകയും അത് ഭൂമിയിലേക്ക് പ്രക്ഷേപണം ചെയ്യുകയും ചെയ്യുന്ന അവസ്ഥ നാം മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇതേപോലുള്ള ഒരുപാട് ഫോക്ലോർ നൃത്തങ്ങൾ നമ്മുടെ വടക്കേ മലബാറുകളിൽ ഇപ്പോഴും നിലവിലുണ്ട്. അപ്പോൾ തിരുനെല്ലി ക്ഷേത്രത്തിലെ ദേവനെ തൻ്റെ ശരീരത്തിലേക്ക് ആവാഹിക്കുന്ന ഈ മഹനീയമായ നൃത്തത്തിൻ്റെ ധ്വനി വ്യക്തമാകുന്നത് തിരുമൂലദേവൻ്റെ മുടിയടി താനാണെന്ന ബോധത്തിൽ ചേർന്നിരിക്കുന്ന ആ വാക്കുകൾ വായിക്കുമ്പോൾ നമുക്ക്
അനുഭവപ്പെടുകയാണ് ചെയ്യുന്നത്. ഇത് കഠോപനിഷത്തിലും ഈ മന്ത്രം തന്നെയാണ് ഉപയോഗിക്കുന്നത്. കഠോപനിഷത്തിൽ ഒരു മന്ത്രമുണ്ട്, അതായത് അശുദ്ധത്തെക്കുറിച്ചിട്ട്. അരയാൽ, മുകളിലേക്ക് വേരുകളുള്ള കൊമ്പുകളും ഫലങ്ങളും താഴേക്ക് നിൽക്കുന്ന, തലകുത്തി നിൽക്കുന്ന ഒരു അരയാൽ വൃക്ഷത്തെ കഠോപനിഷത്തിൽ ചിത്രീകരിക്കുന്നുണ്ട്. ആ ചിത്രീകരണം പിന്നീട് നമ്മുടെ ആത്മീയ സാഹിത്യത്തിൽ നിറഞ്ഞു നിൽക്കുന്നത് കാണാൻ കഴിയും. അത് ഏറ്റവും കൂടുതൽ വ്യക്തമായി കാണുന്നത് ഭഗവത്ഗീതയിലെ പുരുഷോത്തമ യോഗത്തിലെ ഒരു ഭാഗമാണ്. ഞാൻ ആ ഭാഗം വായിക്കാം. ഭഗവാൻ പറയുകയാണ്: ഊർധമൂലമതശാഖം അശുദ്ധം പ്രാഹുരവ്യയം ചന്ദാംസി യസ്യ പർണാനി യസ്തം വോസ വേദവിത് എന്നാണ് ആ മന്ത്രം. അതിനർത്ഥം ഏതാണ്ട് ഇങ്ങനെയാണ്: മേലോട്ട് വേരുള്ളതും കീഴോട്ട് ശാഖയുള്ളതും നാശമില്ലാത്തതുമായ അശ്വവൃക്ഷത്തെപ്പറ്റി ജ്ഞാനികൾ പ്രസ്താവിക്കുന്നുണ്ട്. വേദങ്ങൾ അതിൻ്റെ ഇലകളാകുന്നു. ആരാണോ അതിനെ അറിയുന്നത് അവർ വേദജ്ഞനത്രേ. ആരാണോ ഈ അരയാലിനെ അറിയുന്നത് അവർ വേദജ്ഞനത്രേ എന്നാണ് പറയുന്നത്. അത് വളരെ മനോഹരമായിട്ട് വ്യാഖ്യാനിക്കുന്നുണ്ട്. ചിന്മയാനന്ദ സ്വാമികളുടെ വ്യാഖ്യാനത്തിലെ കുറച്ച് ഭാഗത്തിലേക്ക് നമുക്കൊന്ന് പ്രവേശിക്കാം. ഏകവും അദ്വിതീയവുമായ ബ്രഹ്മത്തിൽ നിന്ന് നാമരൂപാത്മകമായ ജഗത്ത്, ശരീരം, മനോബുദ്ധികളും അവയുടെ വിഷയങ്ങളും എങ്ങനെയുണ്ടായി? അങ്ങനെയൊരു ജഗത്ത് ഉണ്ടായെങ്കിൽ അതിനെ പോഷിപ്പിക്കുകയും നിലനിർത്തുകയും ചെയ്യുന്നത് ആര്? സൃഷ്ടികർത്താവായ ഈശ്വരനും സൃഷ്ടിക്കപ്പെട്ട ജഗത്തും തമ്മിൽ എന്ത് ബന്ധം? ജീവിതത്തെക്കുറിച്ച് ഗൗരവമായി ചിന്തിക്കുന്നവരുടെ ബുദ്ധിയിൽ ഉദിക്കുന്ന സംശയങ്ങളാണിവ. എന്നിട്ട് അദ്ദേഹം ചിന്മയാനന്ദ സ്വാമികൾ അത് വിവരിക്കുന്നുണ്ട്. അരയാലിൻ്റെ പേരാണ് അശുദ്ധം. അരയാൽ വൃക്ഷങ്ങളുടെ ചോട്ടിൽ അശ്വങ്ങൾ, കുതിരകൾ നിന്ന് വിശ്രമിക്കുന്നതുകൊണ്ടാണ് അശ്വഹാസ്വാഹ, അശുദ്ധം എന്ന പേരുണ്ടായത് എന്ന് ചിലർ അഭിപ്രായപ്പെടുന്നു. ശ്രീ ശങ്കരാചാര്യ സ്വാമികൾ അശുദ്ധം എന്ന പദം വ്യാഖ്യാനിക്കുന്നത് ഇങ്ങനെയാണ്: ന സ്വ അപി സ്ഥിത ഇതി. അതിൻ്റെ അർത്ഥം ഇങ്ങനെയാണ്: നാളെ നിലനിൽക്കുന്നത്, നാളേക്ക് പോലും നിലനിൽക്കാത്തത്. അതാണ് നശ്വരം എന്നർത്ഥം. നിത്യപരിണാമിയായ സംസാരത്തിൻ്റെ പ്രതീകമാണ് അശുദ്ധ വൃക്ഷം. അപ്പോൾ ഇവിടെയാണ് തിരുമൂലദേവൻ്റെ മുടി തൊട്ട് അടി എന്നതിൻ്റെ അർത്ഥം വരുന്നത്. അത് അശുദ്ധമായിട്ട് ഭഗവത്ഗീതയിൽ ചിത്രീകരിക്കുന്നുണ്ട്. ഈ മുടി അടി എന്നുള്ളത് ഇവിടെ അശുദ്ധമാണ്. അത് നിത്യപരിണാമിയായ സംസാരത്തിൻ്റെ പ്രതീകമാണ് എന്നാണ് ഇവിടെ ചിന്മയാനന്ദ സ്വാമികൾ വിവരിക്കുന്നത്. സംസാരമാകുന്ന അശുദ്ധ വൃക്ഷത്തിൻ്റെ വേര് മുകൾ ഭാഗത്താണ്. അതിൻ്റെ തത്വമറിയാത്ത ചില ചിത്രകാരന്മാർ കിഴക്കാൻ തൂക്കായി നിൽക്കുന്ന അശുദ്ധ വൃക്ഷത്തിൻ്റെ ചിത്രം വരച്ച് ഹൈന്ദവ തത്വചിന്തയെ അവഹേളിക്കുന്ന വിധത്തിൽ പ്രദർശിപ്പിക്കുന്നുണ്ട്. വൃക്ഷം എന്നതിന് മുറിച്ച് വീഴ്ത്താവുന്നത് എന്നാണ് അർത്ഥം. സംസാര വൃക്ഷത്തെ വൈരാഗ്യമാകുന്ന മഴ കൊണ്ട് മുറിച്ച് വീഴ്ത്താൻ കഴിയും. സംസാര വൃക്ഷത്തിൻ്റെ വേരുകൾ പരമാത്മാവിലാണ്. വൃക്ഷം വേരിലൂടെ അതിൻ്റെ വളർച്ചയ്ക്ക് ആവശ്യമായ ഊർജം വലിച്ചെടുക്കുന്നു. സംസാരാനുഭവങ്ങളും ഭോക്താവായ ജീവനും പരമാത്മാവിൽ നിന്നുണ്ടായവയും പരമാത്മാവിനെ അവലംബിച്ച് നിലകൊള്ളുന്നതുമാകുന്നു. എന്നാലും ഊർധ്വമൂലം, മുകളിൽ വേരുള്ളത് എന്ന് പറയുന്നതിന് എന്തിനാണെന്ന് നമുക്ക് നോക്കാം. സാധാരണ ഭാഷയിൽ തന്നെ
വലിയവയെയും മികച്ചവയെയും നാം മുകളിലാണല്ലോ സങ്കല്പിക്കാറുള്ളത്. ഇതാണ് മുകളിലേക്കുള്ള വേരിനെ പറ്റി പറയുന്നത്. സൂക്ഷ്മവും മഹത്വവുമേറിയ എന്തിനേയും നമുക്ക് മേലായും സ്ഥൂലവും മഹത്വം കുറഞ്ഞതുമായ എല്ലാത്തിനെയും ചുവടെയുമാണ് നാം സാധാരണ സങ്കല്പിക്കുക. പരമ്പൊരുളിൻ്റെ പ്രഭാവത്താലാണ് ഇന്ദ്രിയ മനോബുദ്ധികൾ അവയുടെ വിഷയങ്ങളെ അറിയുകയും അനുഭവിക്കുകയും ചെയ്യുന്നത്. പരമാത്മാവിൽ നിന്നുണ്ടായതും പരമാത്മാവിനെ തന്നെ ആശ്രയിച്ച് നിലനിൽക്കുന്നതുമായ നാനത്വ പ്രപഞ്ചത്തെ അശുദ്ധ വൃക്ഷമായി കൽപ്പന ചെയ്തത് ഇവിടെ നാം കാണുന്നു. ഇതാണ് ചിന്മയാനന്ദ സ്വാമികൾ ഈ ഭാഗത്തെ ഭഗവത്ഗീതയിൽ വ്യാഖ്യാനിക്കുന്നത്. ഇത് നമുക്ക് പ്രധാനമായിട്ടും കാണാവുന്നത് ഒരു പ്രത്യേക തരത്തിലാണ്. അതായത് ഭൂർഭുവ സുവഹ എന്നുള്ള 3 ലോകങ്ങൾ ശിവം അണ്ടമാകെ വ്യാപിച്ച് താഴികക്കുടം പോലെ മുകളിൽ വേരും ചുവട്ടിൽ കൊമ്പും ഫലങ്ങളുമായി തലകുത്തനെ ഭൂർഭുവ സുവഹ സ്ഥിതിയിൽ അമർന്നിരിക്കുകയാണ് എന്നാണ് വേദങ്ങൾ ഉദ്ഘോഷിക്കുന്നത്. ഇതുതന്നെയാണ് തിരുമൂലദേവനും ഇവിടെ നമ്മളോട് പറയുന്നത്. ഓം ശിവായ തിരുമൂലദേവായ നമഃ.